കടലേറ്റം അതിരൂക്ഷമായ കണ്ണമാലി അടക്കമുള്ള കൊച്ചിയുടെ തീരപ്രദേശങ്ങളെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി വൈദികരുടെ പ്രതിഷേധം. ഇന്ന് തോപ്പുംപടിയിൽ ലത്തീൻ സഭയുടെ എറണാകുളം, ആലപ്പുഴ അതിരൂപതകൾ സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ തുടങ്ങുന്ന സമരം വൈകിട്ടാണ് അവസാനിക്കുക. ദുരിതമനുഭവിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾ റാലികളായി പ്രതിഷേധത്തിൽ വന്നുചേരും. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, പ്രതിഷേധം എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് അമൽ? റീജിത്ത്, ഇന്ന് തോപ്പുംപടി TOT ജംഗ്ഷനിൽ നിന്നാണ് ഈ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ഈ പ്രതിഷേധം നടക്കുന്നത് ആലപ്പുഴ, എറണാകുളം, ലത്തീൻ സഭയുടെ ആലപ്പുഴ, എറണാകുളം അതിരൂപതകളുടെ സംയുക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് നടക്കുക. ഈ അതിരൂപതകളിലെല്ലാം വൈദികർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന പ്രതിഷേധം വൈകിട്ട് 6 മണിയോട് കൂടിയാണ് അവസാനിക്കുക. ഏതായാലും കണ്ണമാലി പ്രദേശത്ത് തൊട്ട് ഫോർട്ട് കൊച്ചി വരെയുള്ള ആ ഒരു ഭാഗത്തെ അതിരൂക്ഷമായ കടലേറ്റത്തിനെതിരെ അല്ലെങ്കിൽ അതിനെതിരെ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവുമായാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്ന പ്രതിഷേധമായിരുന്നു. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വൈകിട്ട് 3 മണിയോടുകൂടി പുത്തൻതോട് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പള്ളുരുത്തി ഭാഗത്തു നിന്നൊക്കെ ആളുകൾ റാലികളായിട്ട് ഈ പ്രതിഷേധത്തിലേക്ക്, ദുരിതം അനുഭവിക്കുന്ന ആളുകൾ റാലികളായിട്ട് ഈ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം ആന്റണി തറയിൽ പോലെയുള്ള ആളുകൾ ഈ ഒരു സമരത്തിന്റെ ഭാഗമായി എത്തുകയും കോട്ടപ്പുറം ബിഷപ്പ് അടക്കം ഇവിടെ എത്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകും. ഏതായാലും നമുക്കറിയാവുന്നതാണ്, കണ്ണമാലി പ്രദേശത്ത് അടിയന്തരമായിട്ടുള്ള ഒരു മാറ്റം വേണം. താൽക്കാലികമായി ജിയോ ബാഗുകളെല്ലാം സ്ഥാപിക്കാമെന്ന് കഴിഞ്ഞ ദിവസം കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ചർച്ചയിൽ തീരുമാനമായതാണ്. ഈ വരുന്ന 25-ാം തീയതി വാവാണ്. അപ്പോൾ ഈ വാവിന് കടലേറ്റം ഉണ്ടായാൽ പിന്നീട് അത് 9 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. 25-ാം തീയതിക്ക് മുൻപായി തന്നെ കണ്ണമാലി പ്രദേശത്ത് താൽക്കാലികമായെങ്കിലും എന്തെങ്കിലും സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും ജിയോ ബാഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇടേണ്ടതുണ്ട്. നിലവിൽ അവിടെ മണ്ണ് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നടപടികൾ കുറെ കൂടി വേഗത്തിലാക്കേണ്ടത് അടിയന്തരമാണ്. റീജിത്ത്. ശരി, അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കടലേറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ പൊറുതിമുട്ടിയ ഒരു ജനത, അതിനുവേണ്ടിയുള്ള പ്രതിഷേധം, അവർക്ക് വേണ്ടിയുള്ള പ്രതിഷേധം ഇന്ന് നടക്കാൻ പോകുന്ന അമൽ സുരേന്ദ്രൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.